നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൽക്കാലത്തേക്കൊന്ന് ഒതുങ്ങിയെങ്കിലും ഇപ്പോഴും ഒരു ഇഞ്ച് മെരുങ്ങാതെ തന്നെ നിൽക്കുകയാണ് കെ സുധാകരൻ. തനിക്കിട്ട് പണിഞ്ഞവന്മാരെയൊക്കെ കൃത്യമായി അറിയാമെന്നും മറുപണി തരുമെന്നും കുമ്പക്കുടി സുധാകരന്റെ വെല്ലുവിളിയുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സുധാകരൻ മയപ്പെട്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ UDF-ൽ ഒരു പൊട്ടിത്തെറി എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. സീറ്റ് തരാൻ ഹൈക്കമാൻഡ് ഒരുക്കമായിരുന്നു, എന്നാൽ ആരൊക്കെയോ ചേർന്ന് അത് കലക്കിയെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുധാകരൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് സുധാകരൻ ഉന്നം വെച്ചതെന്ന് പാർട്ടിയിൽ അടക്കം പറച്ചിൽ. കോൺഗ്രസിൽ കുളം കലക്കി സതീശനാണെന്ന് സുധാകര പക്ഷക്കാരുടെ വാദം. കൂടെ നിൽക്കുന്നവരെ വെട്ടിയൊതുക്കി അധികാരം പിടിക്കാൻ എന്ത് നെറികേടും സതീശൻ കാണിക്കുമെന്നും യുവനിരയെ ചിതറിച്ചത് സതീശനാണെന്നും ആക്ഷേപം രൂക്ഷമാണ്. അതിന്റെ കൂടെ മുതിർന്ന നേതാക്കളെ മൂലക്കിരുത്തിയതും സതീശനെന്ന് പാർട്ടിയിൽ കലാപം ഉയർന്നിരിക്കെ 4 വഴിക്കൂടെ പ്രതിപക്ഷ നേതാവിന് അടിവരാൻ പോകുന്നത്. സതീശന്റെ മുഖ്യമന്ത്രി കസേരക്കിട്ട് പണിയാൻ സുധാകരൻ ഇനി ഏതറ്റം വരെയും പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കാരണം സതീശനോട് തീർത്താൽ തീരാത്ത പകയാണ് സുധാകരനുള്ളത്. തന്നെ ഇല്ലായ്മ ചെയ്തതും പാർട്ടിയിൽ നിന്ന് തന്നെ ഒതുക്കിയതും സതീശനും ഗ്രൂപ്പുമാണെന്ന് സുധാകരൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒന്ന് മയപ്പെട്ട് നിൽക്കാൻ ഒരുക്കമാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ സടകുടഞ്ഞ് സുധാകർജി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂട്ടയടി നടക്കും എന്നുള്ളത് ഇപ്പോൾ നേതാക്കളെയും വലച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് അതിയായ താല്പര്യം ഉണ്ടായിരുന്നുവെന്ന് കെ സുധാകരൻ ഇപ്പോൾ തന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തന്റെ ആവശ്യത്തിന് ഗ്രീൻ സിഗ്നൽ നൽകിയതായിരുന്നു. എന്നാൽ പിന്നീട് ആരോ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കാനുള്ള അവസരം തടയപ്പെടുകയായിരുന്നു എന്നാണ് സുധാകരൻ ഇപ്പോൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത്. തന്നെ തടഞ്ഞത് ആരാണെന്ന് കൃത്യമായി അറിയാമെന്നും എന്നാൽ ഇപ്പോൾ അത് വെളിപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. പാർലമെന്റിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകുന്നത് നിയമസഭാ അംഗത്വമാണെന്ന് സുധാകരൻ വ്യക്തമാക്കുന്നു. നിയമസഭ എന്നത് ഒരു തദ്ദേശ സ്ഥാപനം പോലെയാണ്. നാട്ടിലെ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകാനും പ്രാദേശിക പ്രശ്നങ്ങളിൽ ഇടപെടാനും അവിടെ സാധിക്കും. മന്ത്രിയാകണമെന്ന ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ സേവിക്കുക എന്നതായിരുന്നു പ്രധാനമെന്നും സുധാകരൻ വ്യക്തമാക്കി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ കണ്ണൂരിൽ സീറ്റ് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അത് പാലിക്കപ്പെട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. BJP-യിലേക്ക് ചേക്കേറുമെന്ന പ്രചാരണങ്ങളെ സുധാകരൻ പാടെ തള്ളിക്കളഞ്ഞു. വേറെ ആരെങ്കിലും പോകുമായിരിക്കും, ഞാൻ എവിടെയും പോകില്ല. 9-ാം വയസ്സിൽ കോൺഗ്രസ് പ്രകടനം നടത്തി വളർന്നവനാണ് ഞാൻ. എന്നെ വന്ന് കാണാൻ ധൈര്യമുള്ളവരൊന്നും BJP-യിൽ ഇല്ല എന്നും സുധാകരൻ മറുപടി കൊടുത്തു. താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും 15 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നുമുള്ള വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്നും തന്നെ വേദനിപ്പിക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയതാണെന്നും സുധാകരൻ പറഞ്ഞു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട സുധാകരന്റെ നിലപാടിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചതിനെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ 100% നെഞ്ചിലേറ്റുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും സുധാകരൻ പ്രതികരിച്ചു. അതൊരു പ്രോത്സാഹനമായാണ് കാണുന്നതെന്നും സുധാകരൻ മറുപടി കൊടുത്തു. തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും പാർട്ടിക്കുള്ളിൽ തനിക്ക് അറിയപ്പെടുന്ന ശത്രുക്കളില്ല എന്നും പറഞ്ഞ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി ഉണ്ടാകുമെന്നും വ്യക്തമാക്കി. എനിക്കെതിരെ വസ്തുതാപരമല്ലാത്ത ഒരുപാട് വാർത്തകൾ പുറത്തു വന്നു. ഒന്നിനെക്കുറിച്ചും കൂടുതൽ പ്രതികരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ ഒന്ന് ഉറപ്പിച്ചു പറയാം, ഞാൻ കണ്ണൂരിൽ ഉണ്ടാകും, എൻ്റെ പാർട്ടിക്കൊപ്പം ഉണ്ടാകും എന്നാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. കെ സുധാകരൻ ഒരു കലാപക്കൊടി ഉയർത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. കാരണം അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴായിരുന്നു അദ്ദേഹം ഡൽഹിക്ക് പോയതും സീറ്റും കൊണ്ടേ മടങ്ങി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിലെ തൻ്റെ സംഘത്തോട് ഉറപ്പ് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. എന്നാൽ അവിടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹത്തിന് സീറ്റ് കിട്ടും എന്നുള്ള വലിയൊരു സൂചന പുറത്തേക്ക് വരികയും കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ പക്ഷക്കാർ വലിയ ആവേശത്തിലുമൊക്കെ ആയിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ പാർട്ടിയിൽ എനിക്കിട്ട് പണിയുന്നവർ ഒരുപാടുണ്ട് എന്ന്. പൂർണ്ണമായും എല്ലാത്തിനെയും കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. പക്ഷെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, എനിക്ക് പണി വെച്ചത് ആരാണ് എന്ന് എനിക്ക് കൃത്യമായി അറിയാമെന്ന്. ആ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവന്മാർക്കുള്ള പണിയും
ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് സുധാകരൻ പറയുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഹൈക്കമാൻഡിൽ അതിശക്തമായി നടന്നിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് രമേശ് ചെന്നിത്തലയും AK ആന്റണിയും ഒക്കെ ഇറങ്ങി സുധാകരനെ അനുനയിപ്പിക്കാൻ നീക്കം നടക്കുന്നത്. അതായത് അവർ ഭയന്നുപോയി. കോൺഗ്രസ് വലിയ ഒരു ഭയപ്പാടിലേക്ക് സുധാകരന്റെ വിഷയത്തിൽ എത്തിയിരുന്നു. കാരണം സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കണ്ണൂരിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ രംഗത്തേക്ക് ഇറങ്ങിയത് വലിയ തിരിച്ചടിയാണ് ഈ പറയുന്ന കോൺഗ്രസിന് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അവർ പല വട്ടമാണ് ഈ വിഷയത്തിൽ ചർച്ച നടത്തിയത്. ഹൈക്കമാൻഡിന് മുൻപിൽ ഈ വിഷയം എത്തുമ്പോഴും സുധാകരൻ നീറുപോലെ നിൽക്കുകയായിരുന്നു. എനിക്ക് സീറ്റ് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. സുധാകരൻ അങ്ങനെ നിന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. അതായത് സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നത് കണ്ണൂരിലും മറ്റു ചിലയിടങ്ങളിലും തനിക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു, പ്രത്യേകിച്ച് കണ്ണൂരിൽ. കാരണം അദ്ദേഹം MP ആയതുകൊണ്ട് തനിക്ക് ഇവിടെയും ഒരു പിടി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ തൻ്റെ 1-2 ആൾക്കാരെ സീറ്റ് കൊടുത്ത് വിജയിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വെട്ടിയത് സതീശനാണ്. സതീശൻ തൻ്റെ ശിങ്കിടികളെ തിരികെ കയറ്റാനാണ്, ലിസ്റ്റിൽ തിരികെ കയറ്റാനുള്ള ഒരു വ്യഗ്രതയായിരുന്നു കാണിച്ചത്. പൂർണ്ണമായും സതീശനും കൂട്ടരും തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു കളി കളിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിലായിരുന്നു സുധാകരൻ കലാപക്കൊടി ഉയർത്തിയത്. KPCC പ്രസിഡന്റിന്റെ കസേരയിൽ നിന്ന് K സുധാകരനെ ചവിട്ടി പുറത്താക്കിയത് സതീശനാണ്. ആ കാലം മുതൽ തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. ഒരു വേള നമ്മൾ കണ്ടതായിരുന്നു ഒരു പൊതുവേദിയിൽ സുധാകരൻ സതീശൻ താമസിച്ചു വന്നതിന് ചീത്ത വിളിക്കുന്നത്. അത്തരത്തിൽ പൊതുമധ്യത്തിലേക്ക് പോലും ഇരുവരും തമ്മിലുള്ള പോര് എത്തിയിരുന്നു. അങ്ങനെ തൻ്റെ മുന്നിൽ ഒരു വെല്ലുവിളിയാണ് K സുധാകരൻ എന്ന് ബോധ്യപ്പെട്ട ഘട്ടം മുതൽ തന്നെ സുധാകരനെ വെട്ടിയൊതുക്കാൻ സതീശനും കൂട്ടരും വലിയ കളികൾ നടപ്പാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു അദ്ദേഹത്തെ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നീക്കമൊക്കെ ഉണ്ടായത്. സീറ്റ് കൊടുക്കാതെ അവസാന നിമിഷം സതീശന്റെ നെഞ്ചിലും തീ കത്തി. കാരണം സുധാകരന് സീറ്റ് കിട്ടാൻ പോകുന്നോ എന്നുള്ളൊരു വേവലാതി സതീശനെ വേട്ടയാടിയിരുന്നു. എന്നാൽ ഒടുക്കം സതീശൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ സംഭവിച്ചു. സുധാകരന് സീറ്റ് കിട്ടിയില്ല. പക്ഷേ സുധാകര പക്ഷക്കാർ സതീശനിട്ട് പണിയാൻ ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. കൈവാക്കിന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും അവരെടുത്തിട്ട് ചാമ്പും. പ്രത്യേകിച്ച് സതീശനെ കണ്ടുകൂടാത്ത ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇപ്പോൾ കോൺഗ്രസിലുണ്ട്. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവരും ഷാഫിയെ പിന്തുണയ്ക്കുന്നവരും ഒക്കെ അവരുടെ എല്ലാം കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് VD സതീശൻ. അങ്ങനെ നോക്കുമ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ച് സതീശനിട്ടൊരു പണി കൊടുക്കുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി കസേരയും സ്വപ്നം കണ്ട് നടക്കുകയാണല്ലോ സതീശൻ. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ധനകാര്യ വകുപ്പ് നോക്കി വെള്ളം ഇറക്കിയിരുന്നു. പക്ഷെ ഒടുക്കം കിട്ടിയില്ല. അതിൻ്റെ കലിപ്പിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ തന്നെ കാലുവാരുന്ന സതീശനെ നമ്മൾ കണ്ടതായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് ഇക്കണ്ട കളിയെല്ലാം സതീശൻ കളിക്കുന്നത്. എന്നാൽ അങ്ങനെ ആ കസേര കിട്ടാതിരിക്കാൻ സുധാകരൻ എന്തെങ്കിലും ഒരു പണി വെക്കാതിരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആ ഒരു പേടിയിൽ തന്നെയാണ് സതീശനും ഉള്ളത്. എന്തായാലും സുധാകരൻ അത്ര നിസ്സാരക്കാരനല്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഇനമല്ല സുധാകരൻ എന്ന് ഏകദേശം ഇപ്പോൾ സതീശന് മനസ്സിലായിട്ടുണ്ട്. മറ്റൊരു കാര്യം, കണ്ണൂരിൽ ഇപ്പോൾ സുധാകരൻ ഇല്ലെങ്കിൽ ജയിക്കില്ല എന്ന ഭയത്തിലാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. അതുകൊണ്ട് കണ്ണൂരിലെ സ്ഥാനാർത്ഥികളെല്ലാം സുധാകരനെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്ന തിരക്കിലാണ്. സുധാകരൻ ഇടഞ്ഞാൽ അനുഭാവികൾ വോട്ട് കുത്തില്ല. സുധാകരന് സീറ്റില്ലെങ്കിൽ വോട്ട് ചെയ്യില്ലെന്ന് വരെ കണ്ണൂരിൽ മുറവിളി ഉയർന്നത് ഒരു ഭയപ്പാടോടെയായിരുന്നു കോൺഗ്രസ് കേട്ടതും കണ്ടതുമെല്ലാം. അതുകൊണ്ട് സുധാകരനെ പിണക്കാതെ നോക്കേണ്ടത് സ്ഥാനാർത്ഥികളുടെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പാണക്കാട്ട് എത്തുക എന്നത് UDFിലെ ഒരു പതിവ് രീതിയാണ്. കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെ മലപ്പുറത്തെ കൊടപ്പനയ്ക്കൽ തറവാട്ടിലെത്തും, പാണക്കാട് തങ്ങളുടെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി. ഒപ്പം ഒരു വാർത്തയും ഫോട്ടോയും പത്രത്തിൽ വരുത്തിക്കും. പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങിയാണ് വരുന്നതെന്ന് നാട്ടുകാരും ഒന്നറിയണമല്ലോ. വോട്ടർമാരോട് ചില കാര്യങ്ങൾ പറയാതെ പറയാം എന്നതാണ് മെച്ചം. ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ആചാരമല്ല. പൂക്കോയ തങ്ങളുടെ കാലം മുതൽ ഇത് കണ്ടുവരുന്നതാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് അത് വേറിട്ടൊരു തലത്തിലെത്തി. സമൂഹത്തിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്വീകാര്യത വളരെ വലുതായിരുന്നു. പിന്നീട് ഹൈദരലി തങ്ങളായിരുന്നപ്പോഴും ഇപ്പോൾ സാദിഖ് അലിയുടെ കാലത്തും ചടങ്ങ് മാറ്റമില്ലാതെ തന്നെ തുടരുന്നുണ്ട്. അനുഗ്രഹം തേടി ബിഷപ്പുമാരെ കാണാൻ പോകുന്ന പതിവും സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടല്ലോ. ജയമാണല്ലോ എല്ലാവരുടെയും ഒരേ ഒരു ലക്ഷ്യം.
അതിൽ നിന്നെല്ലാം വേറിട്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ണൂരിൽ കാണുന്നത്. സ്ഥാനാർത്ഥികൾ ഓടിപ്പിടിച്ച് നടാലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ വീട്ടിൽ ചെന്ന് കാണാനുള്ള തിടുക്കം. MP-യുടെ ലാൽ വിഹാർ എന്ന വീട്ടിൽ അതുകൊണ്ട് തന്നെ പതിവിൽ തികഞ്ഞ ഒരു തിരക്കാണിപ്പോൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് സീറ്റില്ലാതെ തിരിച്ചെത്തിയ സുധാകരനെ കാണാൻ ആദ്യം എത്തിയത് കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി TO മോഹനനാണ്. പിറകെ തളിപ്പറമ്പിലെ CPM വിമതൻ TK ഗോവിന്ദൻ, അഴീക്കോട്ടെ ലീഗ് സ്ഥാനാർത്ഥി അബ്ദുൽ ഖരീം ചേലേരി, മട്ടന്നൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചന്ദ്രൻ തില്ലങ്കേരി, ധർമ്മടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ്. രാഷ്ട്രീയ ചർച്ചകൾക്കായി സുധാകരന്റെ വീട്ടിൽ പതിറ്റാണ്ടുകളായി നേതാക്കളൊക്കെ എത്താറുണ്ട്. പല ജനകീയ പ്രശ്നങ്ങളുമായി ധാരാളം പ്രവർത്തകരും ദിവസവും ലാൽ വിഹാറിൽ രാവിലെ മുതൽ തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തവണ അനുഗ്രഹം വാങ്ങാൻ എത്തുന്നവരെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയാണ്. സുധാകരന്റെ അനുഗ്രഹം വാങ്ങാൻ മുട്ടി നിൽക്കുകയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തിയ VP അബ്ദുൾ റഷീദിന് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമായിരുന്നു. സുധാകരൻ വാരി പുണർന്നു, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മുഖ്യമന്ത്രിയെ തോൽപ്പിച്ച് വാ മക്കളെ എന്ന മട്ടിലായിരുന്നു സുധാകരന്റെ അനുഗ്രഹം. ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം മടങ്ങിയ സുധാകരനെ കാണാൻ എന്താണ് എല്ലാവർക്കും ഇത്ര പ്രത്യേക ഒരു ആവേശം? ഏവർക്കും കെ സുധാകരന്റെ അനുഗ്രഹവും പിന്തുണയുമാണ് ഇപ്പോൾ ആവശ്യം. സുധാകരനെ ഷാൾ അണിയിക്കണം, അനുഗ്രഹം വാങ്ങണം, കാലിൽ തൊട്ട് വണങ്ങണം. ഇതൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കൊതിക്കുന്നത്. അതിൻ്റെ ചിത്രവും പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ അത്രയും സന്തോഷം. അല്ലെങ്കിൽ ഞങ്ങൾ സ്വയം ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിക്കൊള്ളാമെന്ന്. കണ്ണൂരിൽ CPM-നെ നേർക്കുനേർ നിന്ന് നേരിട്ട ആളാണ് സുധാകരൻ. അവഗണിക്കാനാകാത്ത ശക്തിയാണ് KS എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള സുധാകരന് ഒരു പരിഭവവും ഉണ്ടാകരുത് എന്ന ചിന്ത മത്സരിക്കുന്ന എല്ലാവർക്കുമുണ്ട്. ഇതോടൊപ്പം നടാലിലെ വീട്ടിൽ ചെല്ലുന്നവരെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്: ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ സുധാകരൻ തീർത്തും വ്യത്യസ്തനാണെന്ന്. എന്താണോ ഇനി സുധാകരൻ മനസ്സിൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്, ആർക്കൊക്കെയാണോ പണി കിട്ടാൻ പോകുന്നത്, അതെല്ലാം വഴിയേ അറിയാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.